പൂയം നക്ഷത്രക്കാർ പൊതുവെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ ഷൗട്ടൊന്നും ചെയ്യില്ല, ഷോ ഓഫ് ചെയ്യാനും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള റിസൾട്ട് വരുമ്പോൾ മറ്റുള്ളവർ ഷോക്ക് ആവാറുണ്ട്. നിങ്ങൾ അതിലൊരാൾ തന്നെയാണ്. മാർച്ച് മാസം നിങ്ങളെ എല്ലാ കാര്യം സ്ലോ ആക്കി ഡിലേ ചെയ്തു. ഏപ്രിൽ മാസത്തിൽ കുറച്ച് ഗ്രോത്ത് എന്തായാലും കാണുന്നുണ്ട്. പൂയ നക്ഷത്രക്കാർ പൊതുവേ കാമാണ്, കുറച്ച് റെസ്പോൺസിബിൾ ആണ്, കെയറിങ്ങും ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. ബിൽഡർ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾ കെട്ടിപ്പടുക്കാൻ നന്നായിട്ട് ശ്രമിക്കും. നിങ്ങൾ പെട്ടെന്നൊരു സക്സസ് വേണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ര ആഗ്രഹിക്കുന്നില്ല. സ്ലോ ആണെങ്കിൽ സ്ട്രോങ് സക്സസ് ബിൽഡ് ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എപ്പോഴും. മറ്റൊരു സീക്രട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല താല്പര്യമുള്ളവരാണ്. പ്രൊവൈഡിങ് നേച്ചറാണ്. നിങ്ങൾ സ്വന്തം സക്സസ് മാത്രമേ ഇമ്പോർട്ടൻ്റ് അല്ല, ഫാമിലി, ലൗഡ് വൺസ് എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. പ്രോബ്ലം എന്തെന്നാൽ നിങ്ങൾക്ക് ബേർഡൻ കൂടുതലാണ്. നിങ്ങളെല്ലാം സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. അതായത് മിണ്ടാണ്ട് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെല്ലാം നോട്ടീസ് ചെയ്യും, പക്ഷെ ഒന്നും പറയാറില്ല. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഓവറായിട്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തലയിലേറ്റി വെക്കും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് സ്ട്രെസ് കൂടുതലായിരിക്കും. ഇമോഷണലി നന്നായിട്ട് സപ്രസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ നല്ല ഡിസിപ്ലിൻ ആണ്. പേഷ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്, അതായത് ക്ഷമയുണ്ട്. ഫിനാൻഷ്യൽ സെൻസ് നന്നായിട്ടുണ്ട്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വെൽത്ത്, അതായത് സാമ്പത്തികം മെല്ലെ ബിൽഡ് ആവുകയുള്ളൂ. അത് നല്ലതാണ്. നിങ്ങൾ അറിവറിയായിട്ട് നിങ്ങളൊന്നും ചെലവാക്കില്ല. മാർച്ച് മാസത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് എല്ലാം സ്ലോ ആയിട്ടുണ്ടാവും. പ്രഷറുള്ളൊരു മന്ത് തന്നെയാണ്. വർക്ക് ലോഡും കൂടിപ്പോയി. അതുകൊണ്ട് മറ്റുള്ള അപ്രിസിയേഷനൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ വർക്ക് ലോഡ് കൂടിയതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്കുണ്ടാവും. റെക്കഗ്നിഷനും കുറവായിരുന്നു. എന്നാൽ ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ തന്നെയായിരുന്നു. പക്ഷെ സേവിങ്സും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ചില അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ റെസ്പോൺസിബിലിറ്റി കാരണം ഡിസ്റ്റൻസ് എന്തായാലും വന്നിട്ടുണ്ടാവും. ഇമോഷണൽ എക്സ്പ്രഷൻ നല്ല കുറവാണ്. പാർട്ട്ണർ എന്തായാലും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടാവും. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് പറയണത് സ്ട്രെസ്സാണ്. ഭയങ്കര ടയേർഡായിരുന്നു. നിങ്ങൾക്ക് റെസ്റ്റേ ഉണ്ടായിരുന്നില്ല. മാർച്ച് മാസം എല്ലാം സ്ലോ ആയി. നിങ്ങളുടെ ക്ഷമയടക്കം അവർ ശരിക്കും പറഞ്ഞാൽ പരീക്ഷിച്ചു. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ്. ഹാർഡ് വർക്കിനുള്ള ചെറിയൊരു റെക്കഗ്നിഷൻ കിട്ടും. പ്രമോഷൻ കിട്ടും എന്നുള്ളൊരു പറച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ കാര്യമായിട്ട് അവിടെ അത് കാണുന്നില്ല. റെസ്പെക്റ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ച് വാല്യൂ കൂടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം ഇംപ്രൂവ് ചെയ്യും, സേവിങ്സ് ഇംപ്രൂവ് ചെയ്യും. ലോങ് ടേം വെൽത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ എന്തായാലും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചാൻസ് ഉണ്ട്. പ്രോപ്പർട്ടി, അസറ്റ് തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഒരുപാട് എന്തായാലും ഇൻവെസ്റ്റ് ഉണ്ടാവില്ല. സ്മാർട്ടായി എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഒക്കെ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. കൺസിസ്റ്റന്റ് പെർഫോമൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. സ്ലോ ആയിരിക്കും, പക്ഷേ സ്ട്രോങ് റിസൾട്ട് എന്തായാലും ഉണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിൽ ഏപ്രിലിൽ എന്തായാലും റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും കൂടും. സ്റ്റെബിലിറ്റി എന്തായാലും വരും. ചിലർക്ക് സീരിയസ് റിലേഷൻ, മാരേജ് ടാക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് പോകുന്നത്. ലോങ് ടേം പ്രോഫിറ്റിനുള്ള ഒരു കണ്ണ് എന്തായാലും ഉണ്ടാവും. സ്റ്റേബിൾ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏപ്രിലിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കിന് എന്തായാലും ലോങ് ടേം മണി നൽകും. ക്വിക്ക് മണി എന്തായാലും ഇല്ല. അതുകൊണ്ട് ലോങ് ടേം സ്റ്റേബിൾ വെൽത്തിന് എന്തായാലും കാത്തിരിക്കുക. ഞാൻ ശരിയായ ഡയറക്ഷനിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ആവും. ആളുകളെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഓവർ വർക്ക് അവോയ്ഡ് ചെയ്യണം. വെറുതെ കുറെ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരോഗ്യം ശ്രദ്ധിക്കണം. സ്ട്രെസ്സും എന്തായാലും കൺട്രോൾ ചെയ്യണം. ഈ മാസം ഏപ്രിൽ മാസം നിങ്ങൾ സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു സെക്യൂരിറ്റി ഉണ്ടാവും.